മോഹൻദാസ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു തുടങ്ങി. പ്രധാനമായും ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അടിസ്ഥാനമായി വരുന്ന ഒന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് ആർ 8 in number. പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണമാണുള്ളത്. അത് നൗൺ, പ്രൊനൗൺ, adjective, verb, adverb, preposition, conjunction, interjection. Noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection എന്നിങ്ങനെ 8 എണ്ണമാണ് പ്രധാനമായിട്ടും നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച്. അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നാമം എന്നാണ് അർത്ഥം. നാമം എന്ന് പറയുമ്പോൾ പേര്. നൗൺ ഈസ് എ നെയിമിങ് വേർഡ്. നൗൺ എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ്. എന്തിൻ്റെയെങ്കിലും പേരായി നമ്മൾ ഉപയോഗിക്കുന്നത്. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. നൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ പേരാകാം. പ്ലേസ് ഒരു സ്ഥലത്തിൻ്റെ പേരാകാം. തിങ് ഒരു വസ്തുവിൻ്റെ പേരാകാം. അങ്ങനെ പലതും ആകാം. ഉദാഹരണത്തിന് നമ്മൾ ഡൽഹി എന്ന് പറയുന്നു, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. പേഴ്സൺ രാമചന്ദ്രൻ എന്ന് നമ്മൾ പറയും. അതുപോലെ അംബേദ്കർ എന്ന് പറയും. അതുമല്ലെങ്കിൽ മദർ ടെരേസ എന്ന് നമ്മൾ പറയും. ഒരു വ്യക്തിയുടെ പേരാകാം. തിങ് ഒരു വസ്തുവുമാകാം. ഇപ്പോൾ ധാരാളം വസ്തുക്കൾ ഉണ്ട്. ഇപ്പോൾ പെൻ എന്ന് നമ്മൾ പറയുന്നത് ബുക്ക്, വാട്ടർ ജലം, പിന്നെ എന്ത് തന്നെയുമാകാം. നമ്മൾ എത്രയോ വസ്തുക്കളെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് ശരിക്കും നാമം. നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ നൗൺ എന്ന് പറയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് പ്രൊനൗണാണ്. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ പ്രൊനൗൺ എന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രൊനൗൺ നിർവഹിക്കുന്ന ധർമ്മം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ എന്നാണ് പറയുന്നത്. പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. ഒരു നാമത്തിന് പകരം നിൽക്കുന്ന, അല്ലെ ഒരു നാമം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ആ നാമത്തിന് പകരം നമ്മൾ പ്രയോഗിക്കുന്ന നാമതുല്യമായ പദം, നാമത്തിൻ്റെ അതേ കർമ്മം അല്ലെങ്കിൽ ധർമ്മം അത് നിർവഹിക്കണം. പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. ഒരു ഉദാഹരണത്തിന് രാമചന്ദ്രൻ ഈസ് എ ടീച്ചർ എന്ന് നമ്മൾ പറയും. രാമചന്ദ്രൻ ഒരു അധ്യാപകനാണ്. പിന്നീട് നമ്മൾ പറയുകയാണ് രാമചന്ദ്രൻ ഈസ് എ റിച്ച് മാൻ. രാമചന്ദ്രൻ ധനികനാണ്. പിന്നെ നമ്മൾ പറയുകയാണ് രാമചന്ദ്രൻ ഹാസ് എ ഡോഗ്. രാമചന്ദ്രൻ ഒരു പട്ടിയുണ്ട്. പിന്നീട് നമ്മൾ പറയുകയാണ് രാമചന്ദ്രൻ ഹാസ് 2 children. രാമചന്ദ്രന് 2 കുട്ടികളാണ്. ഈ 3 or 4 തവണയും നമ്മൾ രാമചന്ദ്രൻ 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 എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ രാമചന്ദ്രൻ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഹീസ് എ റിച്ച് മാൻ അല്ലെങ്കിൽ ഹീസ് വെരി റിച്ച് എന്ന് പറയാം. അവിടെ രാമചന്ദ്രൻ എന്ന പേരിന് നാമത്തിന് പകരം ഹീ എന്നൊരു വാക്ക് നമ്മൾ കൊണ്ടുവച്ചു. വളരെ ലളിതമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പോകണം. പെട്ടെന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കുറച്ച് ഗ്രാമറെല്ലാം പഠിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് മനസ്സിലാക്കി, മനസ്സിലിരുത്തി, ഉറപ്പിച്ച്, ഉദാഹരണ സഹിതം ശരിക്കും മനസ്സിലാക്കിയേ പോകും. അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഓരോ തവണയും രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്ന് പറയാതെ രാമചന്ദ്രൻ എന്ന നാമപദത്തിന് പകരമായി നമ്മൾ അവിടെ ഒരു പദം എടുത്ത് ഉപയോഗിക്കുക. അതാണ് പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ്. ഇൻസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റഡ് ഓഫ് പകരമായി.
അപ്പോൾ അതെന്തായി? അത് സർവനാമമായി. രാധ ഈസ് എ ഡാൻസർ. രാധ ഒരു ഡാൻസറാകുന്നു. രാധ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പിന്നെ പറയണ്ട. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് നൗൺ എന്താണെന്നും പ്രൊനൗൺ എന്താണെന്നും നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ